മജൂസ് വെൽക്കം ബാക്ക്. സോ നമ്മൾ ഒത്തിരി ദിവസത്തിന് ശേഷം പിന്നെ വന്നിരിക്കുകയാണ്. ഇത് ലെറ്റ്സ് പ്ലേയുടെ 13ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അയൺ ഫാം ഒക്കെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് വേറൊരിടത്ത് ബിൽഡ് ചെയ്തു. ആൻഡ് അതൊരു ലൈവിലാണ് നമ്മളിട്ടെ. സോ ഇന്ന് നിങ്ങളുടെ പേര് ഈ വേൾഡിൽ വരും ഗൈസ്. സോ നിങ്ങളുടെ പേര് വരാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ പേര് ഇടുന്നതായിരിക്കും. ആൻഡ് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേര് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വേൾഡിൻ്റെ മാപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് അറിയാമല്ലോ, മിക്കവരും ചെയ്യുന്നതാണ്, എന്നാലും ഞാനതായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മാപ്പ് ആ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു കുറേ ബിൽഡ് വരുമെന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയ നമ്മൾ മാപ്പ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേര് വെക്കാൻ വേണ്ടി ഒരു ഏരിയ സെറ്റ് ചെയ്യണം. വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്തൊക്കെ പ്രൊജക്റ്റ് ഇനിയും ചെയ്യണം എന്നൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ബോർഡ് സെറ്റ് ചെയ്യണം. സോ ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു മാപ്പ് വരാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയുള്ള ഐറ്റം ഫ്രെയിം ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ ഗൈസ്. 16 ബ്ലോക്ക് മാപ്പ് വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആകെ എൻ്റെ കയ്യിൽ 4 ലെതറേ ഉള്ളൂ ഗൈസ്. 4 ഐറ്റം ഫ്രെയിം ഉണ്ടാക്കി വെക്കാം, ബാക്കി പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ സെറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞെങ്കിൽ വിടാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. നമ്മൾ കുറച്ച് ലെതറൊക്കെ പോയി 2-3 പശുവിനെ 5-6 കുതിരേനെയൊക്കെ തല്ലിക്കൊന്ന് ഒരു 9 ലെതർ ഉണ്ടാക്കി അത് വെച്ച് ഫുൾ നമ്മൾ ഐറ്റം ഫ്രെയിം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഇപ്പം നമുക്ക് 9 ഐറ്റം ഫ്രെയിം നമുക്ക് 9 ഐറ്റം ഫ്രെയിം 9 എണ്ണം. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. ഓക്കെ, 16 ഐറ്റം ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഇനി 2 എണ്ണം കൂടെ മതി ഗൈസ്. ബാക്കി സെറ്റ് ചെയ്യട്ടെ. ഇനിയൊരു 3 ലെതറിൻ്റെയും കൂടെ ആവശ്യമുണ്ടായിരുന്നു. സോ ഞാൻ അതിനു വേണ്ടി ഒന്ന് പുറത്തിറക്കി ഈ വേൾഡ് ജനറേഷനൊക്കെ ഞാൻ ആദ്യം കണ്ടത് ഞാൻ ഇവിടെ ബേസ് വെച്ചേനെ. അവിടെ എന്നാ കിടിലം വേൾഡ് ജനറേഷനാണ്. നല്ല 3-4 മലയും അതിൻ്റെ അപ്പുറത്ത് സവാന. കിടിലം എന്നൊക്കെ പറഞ്ഞാൽ വിഷയം വേൾഡ് ജനറേഷനാടാ. അവിടെ ഇത് ഞാൻ നേരത്തെ കണ്ടത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേനെ. അത് മെസാബയമാ. ഓ മൈ ഗോഡ്, കിടിലം ജനറേഷനാടാ. ഞാനാണെങ്കിൽ ഇപ്പം 3 ലെതർ തപ്പി നടക്കുകയാണ്. ഇതിപ്പം മിക്കപ്പോഴും ഞാനൊരു എക്സ്പ്ലോറിങ് ആവും മിക്കപ്പോഴും. ഒരു പശുവിനെ പോലും കാണില്ല. പിന്നെ നമ്മുടെ ഫുഡെല്ലാം തീർന്നു. ഇപ്പം നമ്മൾ പംകിൻ പയ്യാണ് കഴിക്കുന്നത്. അത് അത്യാവശ്യം 2 പശുവല്ല, കുതിര. ഇവന്മാരെയും കൂടെ തട്ടാൻ ഗൈസ്. തട്ടി ഇവന്മാരെന്തെങ്കിലും തരണേ ഈശ്വരടാ. കുറേ നേരം കൊണ്ട് ഞാനിവിടെ നടക്കുവാണ്. ഞാൻ ഏകദേശം നമ്മുടെ ബേസിൽ നിന്നൊരു 10-500 ബ്ലോക്ക് പോയിട്ടുണ്ട്. അവനൊന്നും തന്നില്ല. എടാ മോനെ, നീ ഇവിടെ തരണേ എന്തേലും. നീ ഒരു 2 എണ്ണം തന്നാൽ ഞാൻ പൊക്കണം. സത്യമായിട്ടും നിൻ്റെ കൂട്ടുകാരൊന്നും ഞാൻ കൊല്ലത്തില്ല. കൂട്ടുകാരും ഇല്ല എന്നാലും കൊല്ലത്തില്ല സത്യമായിട്ടും. ഞാൻ പോരെ ചാവട. അവനൊന്നും തന്നില്ല. എടാ, ഈ പശുവൊക്കെ ഇത്ര റയറാണോ? ഞാൻ എൻ്റെ ബേസിൽ നിന്ന് ഒരു 1000 ബ്ലോക്കെങ്കിലും പോയി കാണും സത്യമായിട്ടും. ഒരു 2 ലെതറിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വന്നത്. ആടാ, ഞാൻ ആ മെസാബയം ഫുള്ള് കറങ്ങി ഇപ്പുറത്ത് വന്നു. എൻ്റെ പൊന്നടാ, ഇത്ര റയറാണ് ഇവന്മാർ. ഓ മൈ ഗോഡ്. എന്തായാലും 2 പേരെയും കൂടെ കൊന്നിട്ട് അവന് ഒരു ലെതറും എനിക്ക് തന്നില്ല. സത്യം ഞാൻ ഇട്ടിട്ടു. തന്നു. ഓക്കെ, സെറ്റ്. ഇനി ഞാൻ വീട്ടിൽ പോട്ടെ. 2 സവാനാഭയവും ഫുള്ള് ഞാൻ കവർ ചെയ്തൊരു മെസാഭയവും കവർ ചെയ്തിട്ടാണ് 2 പശുവിനെ എനിക്ക് കിട്ടിയത്. എൻ്റെ പൊന്നടാ, നമ്മുടെ ബേസ് എത്താറായി. നമ്മൾ ഏകദേശം 1000 ബ്ലോക്ക് തിരിച്ച് നടന്നു കഴിഞ്ഞ്. മോനെ, കിടിലം എന്നൊക്കെ പറഞ്ഞാൽ കിടിലം. പശുവൊക്കെ ഇത്ര റയറാ. അങ്ങനെ വേണ്ട ഐറ്റം ഫ്രെയിമും ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മാപ്പാണ്. അതിനി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കട്ടെ. നമ്മുടെ പുതിയ അയൺ ഫാം നല്ല കിടിലായിട്ട് ഇറക്കാറുണ്ട്. നമുക്കൊരു മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 16 കോമ്പസ് ആണ് ഗൈസ്. സോ ഞാൻ 16 കോമ്പസ് അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പുതിയ അയൺ ഫാമാണെങ്കിൽ നല്ല കിടിലായിട്ട് ഇറക്കാറുണ്ട്. നമ്മൾ ഇപ്പുറത്തെ ഐലൻഡിലാണ് ഉണ്ടാക്കിയത്. നമ്മൾ ലൈവ് കണ്ടിരുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പുറത്തെ ഐലൻഡിലോട്ട് നമ്മൾ ഉണ്ടാക്കി. ചെറിയ പണിയൊക്കെ തന്നു, എന്നാലും നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഫൈനലി. അത്യാവശ്യം കിടിലായിട്ട് ഇറക്കാറുണ്ട്. പക്ഷേ നമ്മൾ AFK നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ അവിടെ പോയി AFK നിൽക്കണം, എങ്കിലേ നമുക്ക് അയൺ കിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ നിന്ന് നമുക്ക് അയൺ കിട്ടത്തില്ല. അതൊരു പണിയാണ്. നേരത്തെ ഇവിടെ ആയിരുന്നാൽ നമുക്ക് ചുമ്മാ ഇവിടെ നിന്നാൽ പോലും അയൺ കിട്ടുമായിരുന്നടാ. പക്ഷേ എടാ, ഒരു പണി തീർന്നപ്പോൾ വേറൊരു പണി വന്ന പോലെ ഷുഗർ കെയിൻ തീർന്നല്ലേ, ഷുഗർ കെയിൻ ഇല്ല. ഇത്രയും വെച്ച് നമുക്കൊരു 3 മാപ്പേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. 30 പേപ്പർ വെച്ച്. ഓ മൈ ഗോഡ്, അത് ഇച്ചിരി പണിയാവും. ഞാൻ എന്തായാലും ഉള്ളൊരു ഷുഗർ കെയിനോടെ നട്ട് വെക്കട്ടെ. ഇപ്പോൾ ഇതൊക്കെ വളരട്ടെ. ഞാൻ ഇവിടുന്ന് ഹാർവസ്റ്റ് ലാസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ ബുക്കും കണ്ട് ഉണ്ടാക്കാനാണ്, നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി. സോ പിന്നെ ഞാനിത് ഹാർവസ്റ്റ് പോലും ചെയ്യാതിരിക്കുമായിരുന്നു. ഓക്കെ, നമ്മളെന്തായാലും ഇവിടുത്തെ ഒരു മാപ്പ് നമ്മൾ ആദ്യമായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വരയാനുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് വരയ്ക്കട്ടെ. ഇങ്ങോട്ടൊന്ന് നീ ചെറുതായിട്ടൊന്ന് നടന്നാൽ മതി. നമ്മുടെ ഒരു വേൾഡിൻ്റെ ഒരു മാപ്പാണ് നമ്മൾ എടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ജനറേഷനാണ് ഇവിടെ കിട്ടിയേക്കുന്നത് എനിക്ക്. സോ നൈസാണ്. ഞാൻ ഈ ഒരു വേൾഡ് എൻഡ് ആകുമ്പോൾ ഞാൻ എൻ്റെ സീഡ് തരാം ഗൈസ്. നല്ലൊരു അത്യാവശ്യം
സീഡ് നമ്മുടെ സ്പോണിൽ നിന്ന് കുറച്ച് നടക്കണം. ഒരു സ്പോണിൽ നിന്ന് 1000 ബ്ലോക്ക് നടന്ന് ഇങ്ങോട്ട് വന്നാലേ ഒരു കിടിലം ഇതാവത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. ആദ്യത്തെ മാപ്പ് നോക്കി അതിൻ്റെ ടോപ്പ് റൈറ്റ് എങ്ങാണ്ട് കയറി ഒരു മാപ്പ് ഞാൻ ജനറേറ്റ് ചെയ്യാണ് ഗൈസ്. നമുക്ക് മൊത്തം നമ്മൾ 16 മാപ്പാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ അയൺ ഫാം ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിലെ മാപ്പാണ് നമ്മളിപ്പം ജനറേറ്റ് ചെയ്തത്. കാരണം നമ്മുടെ അയൺ ഫാം എന്ത് വലുതാടാ, ഒരു മാപ്പിൻ്റെ ഒരു 2/3 ഒരു 3% നമ്മുടെ മാപ്പിൻ്റെ ഈ ഒരു അയൺ ഫാം എടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ അയൺ ഫാം എന്ത് വലുതാ. ഓ മൈ ഗോഡ്. എന്തായാലും അയ്യോ, ലാവപ്പൂളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതുകൂടെ ഒന്ന് വെച്ചിട്ട് കാണാം. മൂന്നാമത്തെ പീസും ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കൊണ്ടങ്ങോട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് ഓക്കെ നമ്മുടെ ഇപ്പോൾ ഹോം ഐലൻഡ് നമുക്ക് ശരിക്കും കാണാൻ വരുന്നുണ്ട്. എടാ മാപ്പ് വരെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ 4ാമത്തെ പീസ് ഓഫ് മാപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. 6ാമത്തെ പീസ് ഓഫ് മാപ്പും നമ്മളങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ജനറേറ്റ് ആകാനുണ്ട്. ഞാൻ അതുകൂടെ ജനറേറ്റ് ആക്കി കൊണ്ടുവെക്കട്ടെ ഗൈസ്. മോസ്റ്റ് ഓഫ് ദ എല്ലാ മാപ്പീസും ഞാനിവിടെ ജനറേറ്റ് ആക്കിയത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് മാപ്പാണ്. നമ്മൾ അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു കേസ് സെക്കൻഡ് ലാസ്റ്റ് പീസ് എന്നും പറഞ്ഞൊക്കെ ജനറേറ്റ് ചെയ്തെടുത്തോണ്ടെന്നാണ്. ഇനിയും ഉണ്ട് കേസ് 5-6 കൂടെ. എടാ പൊന്നടാ, ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചാണ്. ഇനിയുണ്ട് താഴത്തെ 2 സെക്ഷനും മേളത്തെ സെക്ഷനും ഒക്കെ. ഞാൻ എന്തായാലും അതോടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. ശരിക്കുമുള്ള അവസാനത്തെ പീസ് നമ്മളങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള അവസാനത്തെ പീസ്. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് നല്ലൊരു വലിയ സ്കെയിൽ നമുക്ക് ഈ ഒരു വേൾഡ് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് ഗൈസ്. എനിക്ക് ഒത്തിരി ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ മാപ്പൊക്കെ കണ്ടിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു മാപ്പും അതും ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒക്കെ കമൻറ്റ് ചെയ്യും. ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വേൾഡിൽ വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 5-6 ദിവസം കഴിഞ്ഞ് പേരൊന്നും നമ്മൾ മായ്ച്ച് കളയത്തില്ല ഗൈസ്. അതിനും നമ്മുടെ പ്ലാനുണ്ട്. അങ്ങനെ ശരിക്കുമുള്ള നമ്മുടെ അവസാനത്തെ പീസ് കൂടെ കൊണ്ടുതേണ്ടി ഇവിടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പ് ജനറേഷൻ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് വേണ്ടി ഇവിടെ വരേണ്ടത്. ആൻഡ് അത് ചെറുതായിട്ട് ചരിഞ്ഞു പോയി, അതൊന്ന് കറക്കട്ടെ. ഓക്കെ, ഇനിയും ഇത് ഇവിടെ, അതെ ഇതാ ഇവിടെ മറ്റേ ഒരു റിവറിൻ്റെ ബാക്കി ഭാഗം ഇവിടെ. ഇത് കണ്ട ഗൈസ് കിടില ഒരു മാപ്പാണ്. ഞാൻ ഇച്ചിരി പുറത്തോട്ട് ഇറങ്ങി കാണിക്കാം. ഒത്തിരി പണിയുണ്ട് ഗൈസ്. എനിക്ക് ഇത് നമ്മുടെ ഹോം ഐലൻഡ് തന്നെ ഒന്നുകൂടി ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യണം ഗൈസ്. വീട് പണി കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വലിയൊരു മാപ്പ് വേർഡ് സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ ഹോം ഐലൻഡ് ഇച്ചിരി വലുതാക്കി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം ഹോം ഐലൻഡ് ഫുള്ള് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അത് തന്നെ ഗൈസ്. അത്യാവശ്യം കിഡിലായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ഇച്ചിരി ഏരിയ ഒന്ന് വൈഡാക്കിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. ഇനി നിങ്ങളുടെ പേര് സെറ്റ് ചെയ്യുന്ന ലീഡർ ബോർഡും അതേപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ബോർഡും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ബോർഡും ലീഡർ ബോർഡും നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു അറിയാതെ ഒരെണ്ണം ക്ലിക്ക് ചെയ്താണ്. ഈസിൽ നിന്ന് തിരിച്ചൊന്ന് എടുത്ത് വെക്കട്ടെ. ആൻഡ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കറിയാവുന്ന 2-3 പ്രൊജക്റ്റ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ബോർഡിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പ്രൊജക്റ്റ് ബോർഡ്. അത് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നിങ്ങളുടെ ലീഡർ ബോർഡാണ്. സോ പ്രൊജക്റ്റ് ബോർഡിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നമ്മുടെ വില്ലേജർ ട്രേഡിംഗ് ഹാളാണ്. സോ ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അത് നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അതൊരു വലിയൊരു പ്രോസസ്സാണ്. സോ വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് എ സെക്കൻഡ്, ഹാളിവിടെ നിന്ന് ആഡ് ചെയ്യട്ടെ. ട്രേഡിംഗ് ഹാൾ ഓക്കെ സെറ്റ്. ഇനി അടുത്ത എന്തെന്ന് വെച്ചാൽ ഒരു മോപ്പ് ഫാമാണ് ഗൈസ്. അത് നമുക്ക് വേണം. ഒരു ആകാശത്ത് ഏറി പൊന്തിയിരിക്കുന്ന ഒരു മോപ്പ് ഫാം, അത് നമുക്ക് വേണം. നമുക്കിപ്പോൾ നമുക്ക് മെൻറ്റിങ് ബുക്ക് വേണ്ടാൽ നമ്മുടെ സ്പൈഡർ ഫാം ചെന്ന് നമുക്ക് മെൻറ്റ് ചെയ്യാൻ പാടാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കൊരു XP ഫാമും വേണം. അതിന് വേണ്ടിയാണ് ഈ ഒരു മോപ്പ് ഫാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ പ്രൊജക്റ്റ് ലീഡർ ബോർഡിലേക്കുള്ള ഫസ്റ്റ് സബ്സ്ക്രൈബറിൻ്റെ പേര് നമ്മൾക്ക് എഴുതാം ഗൈസ്. ആ ഒരു ബ്രോയുടെ പേരാണ് zone_SRYT. ബ്രോ നമ്മുടെ കഴിഞ്ഞ 2-3 ലൈവായിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ആയിരുന്നുണ്ട്. ആൻഡ് ലൈവിൽ കയറി നമുക്കൊരു അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്ന ഒരു ബ്രോയാണ്. നമുക്ക് കിടിലം ബ്രോയാണ്. സോ ബ്രോയുടെ പേരാണ് ഫസ്റ്റ് നമ്മളിവിടെ എഴുതി വെക്കുന്നത്. സോ ഇനി നിങ്ങളുടെ പേര് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് ഇനി ഈ ഒരു പേര് നമുക്ക് ഇതിപ്പം നമ്മൾ ഒരാളുടെ പേര് 16 ദിവസം വരെ ഈ ഒരു ലീഡർ ബോർഡിൽ കാണുന്നതായിരിക്കും ഗൈസ്. ആൻഡ് ഇനിയും അടുത്ത നമുക്ക് ഈ ഒരു ബ്രോയുടെ തന്നെ പേര്, അതായത് 16 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രോയുടെ പേര് നമ്മൾ റിമൂവ് ചെയ്ത് കളയത്തില്ല, നമ്മുടെ ഒരു വേൾഡിൽ തന്നെ കാണും. അതിനാണ് നമുക്ക് ബുക്ക് ഓഫ് ക്യൂല് ആ സാധനം ഉണ്ടാക്കണം. അതിൽ നമ്മൾ എഴുതി ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും ഗൈസ്.
അങ്ങനെ നമ്മുടെ ഒരു ബുക്ക് ഓഫ് സ്കിൽ ഉണ്ടാക്കി ഒരു ബാരലുണ്ടാക്കി നമ്മൾ ഇതിനകത്ത് വെക്കുകയാണ്. സോ നിങ്ങൾ ഈ ഒരു ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത ബുക്ക് ഉണ്ടാക്കും. നിങ്ങളുടെ പേര് മാത്രം എഴുതാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പേര് ഉറപ്പായും വന്നിരിക്കും. ഇന്ന് വന്നില്ലെന്ന് പറയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക, നാളെയും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ എന്തായാലും നിങ്ങളുടെ പേര് വന്നിരിക്കും, ഉറപ്പാണ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഒരു പ്ലാനിങ് ഏരിയ പോലത്തെ ഒരു ഏരിയയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ സ്തുതിയൊക്കെ ചെയ്തില്ല, കൺട്രോൾ റൂം പോലത്തെ ഒരു ഏരിയ. ഇപ്പോഴത്തേക്ക് നമ്മുടെ വീട് പണിയുന്നവരെ ഒരു താൽക്കാലിക സംഭവമാണ് ഇത്. വീട് പണിഞ്ഞ് നമുക്ക് വീട്ടിലെത്തിക്ക് ഇത് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അങ്ങനെ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യണം. സോ നിങ്ങളുടെ പേര് ഈ ഒരു വേൾഡിൽ വന്നിരിക്കുകയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ. I'm the king when I'm in the rain. Got my G when I'm in the vein. Gone link pics on a middleman. Ain't nothing but a gold thing.